ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസങ്ങൾ നമ്മളെല്ലാവരും വചനം കേൾക്കുകയായിരുന്നു. വചനത്തിൻ്റെ അഭിഷേകം, യേശുവിൻ്റെ തിരുരക്തത്തിൻ്റെ അഭിഷേകം നമ്മുടെ ഓരോരുത്തരുടെയും മേൽ കടന്നു വന്നതിനെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. ലൂക്കായുടെ സുവിശേഷം 24:45 വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കുവാൻ പാകത്തിന് അവൻ അവരുടെ ഹൃദയങ്ങളെ തുറന്നു. വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കുവാൻ പാകത്തിന് അവൻ അവരുടെ ഹൃദയത്തെ തുറന്ന് അടുത്ത മണിക്കൂറിൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ വേണ്ടി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. രണ്ട് കരങ്ങളും പൂർണ്ണമായിട്ട് ഉയർത്തിപ്പിടിക്കുക. രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിക്കുമ്പോൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ ശക്തമായ സാന്നിധ്യം ഈ മണിക്കൂറിൽ നമ്മുടെ ഓരോരുത്തരുടെയും അടുത്ത് കടന്നു വരുവാൻ വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും ആഗ്രഹിക്കാം. പരിശുദ്ധ അമ്മയുടെ ശക്തമായ സാന്നിധ്യം പ്രിയപ്പെട്ടവരെ ഹോളിൽ നിറയട്ടെ. പരിശുദ്ധ അമ്മ എവിടെയെല്ലാം വരുന്നുവോ അവിടെയെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നിറയപ്പെടും. അതിനാൽ ഈ മണിക്കൂറിൽ നമുക്ക് പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഹല്ലേലൂയ. കുറച്ചുകൂടി ശബ്ദത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവർക്കും സന്തോഷമാണോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. പ്രിയപ്പെട്ടവരെ, നമ്മൾ പരിശുദ്ധാത്മ അഭിഷേകത്തിന് വേണ്ടി ഒരുങ്ങുന്നു. ഹല്ലേലൂയ. പരിശുദ്ധാത്മ അഭിഷേകത്തിന് വേണ്ടി ഒരുങ്ങുമ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് വേണ്ടത്, പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിനെ കിട്ടണമെന്നുള്ള തീവ്രമായ ആഗ്രഹം വേണം. ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1-ാമത്തെ വചനം. യോഹന്നാൻ 14:1 നിങ്ങൾക്കറിയാവുന്ന വചനമാണ്. എന്താണ് വചനം? എന്താണ്? നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട. ഈശോ പറയുകയാണ്, ദൈവത്തിൽ വിശ്വസിക്കുക, എന്നിലും വിശ്വസിക്കുക. ഹല്ലേലൂയ. വചനം പറയുന്നു, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട. ഹല്ലേലൂയ. ഒരു നിമിഷം ഒന്ന് രണ്ട് കരങ്ങൾ ഹൃദയത്തോട് ചേർത്തേ. ഒന്ന് കണ്ണുകളടച്ചേ. പെട്ടെന്ന് കണ്ണുകളടയ്ക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ പല കാര്യങ്ങളെ ഓർത്ത് അസ്വസ്ഥതയുണ്ട്. പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വരുന്ന അസ്വസ്ഥത എന്താണ്? അങ്ങനെ മനസ്സിലേക്കൊരു അസ്വസ്ഥത വന്നു. അങ്ങനെയുള്ളവരൊന്ന് കരമുയർത്തിക്ക്. എൻ്റെ മനസ്സിലേക്ക് അതിനുള്ള അസ്വസ്ഥത പെട്ടെന്ന് കടന്നു വന്നു. അങ്ങനെയുള്ളവരൊന്ന് കരമുയർത്തി കരം വീശിക്കേ. എല്ലാവരും തന്നെ അസ്വസ്ഥരാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈശോ പറയുക, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, എന്നിൽ വിശ്വസിക്കുക, പിന്നെ ദൈവത്തിൽ വിശ്വസിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അസ്വസ്ഥതയുള്ള, ഇത് എത്രാം അധ്യായത്തിലാണ് പറയുന്നത്? 14-ാം അധ്യായം. 14-ാം അധ്യായം ഏത് അധ്യായത്തിന്റെ ബാക്കിയാണ്? ഒരു കാര്യം മനസ്സിലാക്കുക, യോഹന്നാന്റെ സുവിശേഷം ഓരോ അധ്യായവും ഓരോ കാര്യത്തിന് വേണ്ടിയാണ്. ഉദാഹരണം, 1-ാം അധ്യായം എന്തിനു വേണ്ടിയാണ്? ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം. 2-ാം അധ്യായം കാനായിലെ കല്യാണം. 3-ാം അധ്യായം നിക്കോദേമോസ്. 4-ാം അധ്യായം സമരിയാക്കാരി. 5-ാം അധ്യായം ബെത്സൈദാ കുളം. 6-ാം അധ്യായം അപ്പം വർദ്ധിപ്പിക്കുന്നു, വിശുദ്ധ കുർബാനയെ കുറിച്ചുള്ള അധ്യായം. 7-ാം അധ്യായം കൂടാരത്തിരുന്നാൾ, പരിശുദ്ധാത്മാവ്. 8-ാം അധ്യായം പാപത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ. 9-ാം അധ്യായം അന്ധനെ സുഖപ്പെടുത്തുന്നു. 10-ാം അധ്യായം നല്ല ഇടയൻ. 11-ാം അധ്യായം ലാസറിനെ ഉയർപ്പിക്കുന്നു. ഇങ്ങനെ ഓരോ അധ്യായവും ഓരോ കാര്യത്തിന് വേണ്ടിയാണ്. അപ്പോൾ 7-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഈശോ പറഞ്ഞു. 14-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തെ കുറിച്ച് പറഞ്ഞു. ഹല്ലേലൂയ. ശ്രദ്ധിച്ച് കേൾക്കുക.
ഇപ്പം നമ്മൾ ആദ്യത്തെ അവസ്ഥയെ കഴിഞ്ഞു അല്ലേ? ആദ്യത്തെ അവസ്ഥയെ കഴിഞ്ഞു. ഇപ്പം നമ്മൾ കുറച്ചുകൂടി ഗഹനമായ കാര്യങ്ങൾ ചിന്തിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ യേശു എന്ത് പറഞ്ഞു? യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 37 മുതലുള്ള തിരുവചനങ്ങൾ. തിരുനാളിൻ്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റ് ശബ്ദമുയർത്തി പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ അവർ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. അടുത്ത വചനം, എന്നിൽ വിശ്വസിക്കുന്നവരുടെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവി ഒഴുകും. അവൻ ഇത് പറഞ്ഞത് തന്നിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. എന്തുകൊണ്ടെന്നാൽ അതുവരെയും ആത്മാവ് നൽകപ്പെട്ടിട്ടില്ലായിരുന്നു. എന്തുകൊണ്ടെന്നാൽ യേശു അതുവരെയും മഹത്വീകരിക്കപ്പെട്ടിരുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ.